നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി ചാമക്കാൽ. ആദ്യം പ്രധാന വാർത്തകൾ. റേഷൻ വ്യാപാരികളുടെ 2 ദിവസത്തെ സമരം ഇന്നു മുതൽ ആരംഭിച്ചു. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം. 35 പവനും പണവും നഷ്ടപ്പെട്ടു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയായ യുവാവ് മരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 6 മണി വരെ ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായും ഉണ്ടാകണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തി കൃത്യമായ സമയക്രമം പാലിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. റേഷൻ വ്യാപാരികളുടെ 2 ദിവസത്തെ സമരം ഇന്നു മുതൽ ആരംഭിച്ചു. റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച 2 ദിവസത്തെ സമരം ഇന്നു തുടങ്ങി. റേഷൻ കടകൾ അടച്ചിട്ടാണ് സമരം. രാവിലെ 8 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയാണ് റേഷൻ കടകൾ അടഞ്ഞുകിടക്കുക. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം. ചിറങ്ങര ഗാന്ധിനഗർ ചെമ്പകശ്ശേരി പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ജനൽ കമ്പി പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കടന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നത്. തിങ്കളാഴ്ച പുലർച്ചെ ഏകദേശം 2 മണിയോടാണ് കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവനും 8000 രൂപയും നഷ്ടമായി. അലമാരയിൽ സൂക്ഷിച്ച സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയായ യുവാവ് മരിച്ചു. കാട്ടൂർ പൊഞ്ഞനം തെയ്യശ്ശേരി കൃഷ്ണന്റെ മകൻ 40 വയസ്സുള്ള രാകേഷാണ് മരിച്ചത്. ജൂലൈ 2 വൈകിട്ട് നെടുമ്പുരയിൽ വെച്ച് സുഹൃത്തുമൊന്നിച്ച് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാറിൽ തട്ടിയായിരുന്നു അപകടം. ബൈക്കിന്റെ പുറകിൽ സഞ്ചരിച്ചിരുന്ന രാകേഷ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രാകേഷ് ഞായറാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 6 മണി വരെ ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായും ഉണ്ടാകണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തി കൃത്യമായ സമയക്രമയും പാലിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പനിയും പകർച്ചവ്യാധി രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ സമയം ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകേണ്ട സമയത്താണ് ജീവനക്കാർക്ക് തോന്നിയ പോലെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നിലവിൽ 3 ഡോക്ടർമാരാണ് ഉള്ളതെങ്കിലും 6 മണി വരെ ആശുപത്രി പ്രവർത്തനം ഇല്ലാത്ത സ്ഥിതിയാണ് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളതെന്ന് സമരക്കാർ പറഞ്ഞു. മെഡിക്കൽ ഓഫീസറുമായി പ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും സംസാരിച്ചതിനെ തുടർന്ന് 6 മണി വരെ പരിശോധന ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി പ്രതിഷേധ സമരം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായിരുന്ന ഗഫൂർ തളിക്കുളം, CV ഗിരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുമന ജോഷി, ജിജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK അബ്ദുൽ ഖാദർ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നീതു പ്രേംലാൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, കോൺഗ്രസ് നേതാക്കളായ AC പ്രസന്നൻ, KS രാജൻ, TU സുഭാഷ് ചന്ദ്രൻ, KA ഫൈസൽ, PK ഉന്മേഷ്, വാസൻ കോഴിപ്പറമ്പിൽ, ബഷീർ മണത്തിപ്പറമ്പിൽ, ലൈല ഉദയകുമാർ, സിന്ധു സന്തോഷ്, ഏതൻ മദൻ മോഹനൻ, KK ഉദയകുമാർ, K ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. നിലവിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഇന്ന് സ്ഥലം മാറിപ്പോകുന്നത് കൊണ്ട് അടിയന്തരമായി പുതിയ ഡോക്ടറുടെ നിയമനം ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തണമെന്നും പ്രതിഷേധ സമരക്കാർ പറഞ്ഞു. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടുത്തെ സൂപ്രണ്ടിന് ഈ ആശുപത്രിയിലേക്ക് വരുമെന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങൾ നൽകുകയാണ്. ഇവിടെ വരണം, ഇവിടെ സൂപ്രണ്ടുമായി സംസാരിക്കണം. സൂപ്രണ്ട് ഞങ്ങളോട് പറയണം 6 മണി വരെ
പഞ്ചായത്തിലെ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരന്റെ നികുതി പണം മേടിച്ച് താൽക്കാലികമായി വെച്ചിട്ടുള്ള ഡോക്ടർക്ക് നിങ്ങൾ കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ, ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ ഫലമുണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. വാർത്താ നേരം തുടരുന്നു. കടമ്പ്രയാറിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ പാലക്കൽ സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. കാക്കനാട് ഇൻഫോ പാർക്ക് ഡൈമിക്സ് കമ്പനി ജീവനക്കാരൻ തൃശൂർ പാലക്കൽ ഭഗത് സിംഗ് റോഡിൽ കക്കേരി ജയന്റെയും ലളിതയുടെയും മകൻ മിഥുൻ ആണ് മരിച്ചത്. കിഴക്കമ്പലം കടമ്പ്രയാറിലെ മഞ്ചേരിക്കുഴി പാലത്തിനടുത്താണ് കുളിക്കാനിറങ്ങിയത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെ 4 കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ മിഥുൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മറ്റുള്ളവർ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞെത്തിയ പട്ടിമറ്റം തൃക്കാക്കര അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ചക്കുറവ് മൂലം രാത്രി ശ്രമം നിർത്തി. രാവിലെ ഗാന്ധിനഗർ നിലയത്തിലെ സ്കൂബ ടീം സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. മകൾ മരിച്ച വിവരമറിഞ്ഞ് തളർന്നു വീണ മാതാവ് ചികിത്സയ്ക്കിടെ മരിച്ചു. ചാവക്കാടിൽ മകൾ മരിച്ച വിവരമറിഞ്ഞ് തളർന്നു വീണ മാതാവും ചികിത്സയ്ക്കിടെ മരിച്ചു. കടപ്പുറം ആശുപത്രിക്ക് വടക്കുഭാഗം ഗിളർ മസ്ജിദിന് സമീപം താമസിക്കുന്ന പരേതനായ എടക്കഴിയൂർ മുഹമ്മദ് അലി ഭാര്യ 75 വയസ്സുള്ള നഫീസയാണ് മരിച്ചത്. ശനിയാഴ്ചയാണ് നഫീസയുടെ മകൾ ആരിഫ മരിച്ചത്. മകളുടെ മരണ വാർത്ത അറിഞ്ഞ ഉടനെ നഫീസയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിലിരിക്കെ ഞായറാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. മകൾ ആരിഫയുടെ ഖബറടക്കം ഇന്നലെ കടപ്പുറം ആറങ്ങാടി ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിയിൽ നടത്തിയിരുന്നു. മകളുടെ ഖബറിനടുത്തു തന്നെ മാതാവിനെയും ഖബറടക്കി. തൊഴിയൂരിൽ MDMA-യുമായി 2 പേർ ഗുരുവായൂർ പോലീസിന്റെ പിടിയിൽ. ഗുരുവായൂരിൽ അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ MDMA-യുമായി 2 പേർ ഗുരുവായൂർ പോലീസിന്റെ പിടിയിൽ. വടക്കേക്കാട് പൊന്നമ്പത്ത് വീട്ടിൽ 28 വയസ്സുള്ള ജാഷിർ, തൊഴിയൂർ പോട്ടത്തേയിൽ വീട്ടിൽ 29 വയസ്സുള്ള മുബഷീർ എന്നിവരാണ് 3 ഗ്രാം MDMA-യുമായി തൊഴിയൂർ താഴിശ്ശേരി അമ്പലത്തിന് സമീപത്തു നിന്നും ഗുരുവായൂർ പോലീസിന്റെ പിടിയിലായത്. ജാഷിർ വടക്കേക്കാട് കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിൽ മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു, സബ് ഇൻസ്പെക്ടർമാരായ ഷക്കീർ അഹമ്മദ്, നന്ദൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സിദ്ദിഖ്, ഹരികൃഷ്ണൻ, രാകേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയും SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അഭിനന്ദനം 2024 പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടത്തി. താനിയം പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും ഈ വർഷം ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂൾ, താന്യം ഗവൺമെന്റ് ഹൈസ്കൂൾ, സറാഫിക് ഗേൾസ് ഹൈസ്കൂൾ, കീഴ്പുള്ളിക്കര നളന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളെയും MBBS നേടിയ വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും പ്രാദേശിക പത്രപ്രവർത്തകരായ സായു ചിത്രപ്രിയാർ, ഷാജു കാരമുഖ്, മണികണ്ഠൻ കുറുപ്പത്ത്, അനിൽ EC, സുബ്രൻ അന്തിക്കാട്, തൃശൂർ വിഷൻ റിപ്പോർട്ട് അഭിഷേക്, അരുൺ ശശി, റിജു കണക്കന്തറ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഡോക്ടർ വിഷ്ണു നെഹ്റു സ്റ്റഡി സെന്ററിന് കൈമാറിയ വീൽചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഏറ്റുവാങ്ങി.
നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം കൊളുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അനുമോദന സദസ്സ് താനിക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മണപ്പുറം സമീഷ വൈസ് ചെയർമാൻ MB സജീവൻ, KMC സംസ്ഥാന ജോയിന്റ് കൺവീനർ MK ചന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CT ജോസ് എന്നിവർ പ്രസംഗിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, നിസാർ കുമ്മങ്കണ്ടത്ത്, ഹരിദാസൻ ചെമ്മാപ്പുള്ളി, ജഗദീഷ് വാഴമുൾക്ക്, പോൾ പുലിക്കോട്ടിൽ, സിദ്ദിഖ് കുളത്തേക്കാട്ട്, ഗീതാദാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നമ്മൾക്ക് എന്തിനാണോ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം, ഏത് വിഷയം എടുത്താലാണ് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവ് ആവുക എന്നുള്ളത് ബോധ്യം നമ്മളിൽ ഓരോരുത്തരെയും കുട്ടികളിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് വേണം ഓരോ സബ്ജക്റ്റും എടുത്ത് പഠിക്കാൻ. പ്രഗത്ഭന്മാരും പ്രഗത്ഭമായിട്ടുള്ള കുട്ടികളെല്ലാം ആചരിക്കുന്ന ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. സത്യം വദ, ധർമ്മം ചര, സത്യം പറയണം, ധർമ്മം ആചരിക്കണം. 4 ധർമ്മങ്ങളാണ് നമ്മൾ ആചരിക്കേണ്ടത്. സത്യം, ദയ, സ്നേഹം, അതുപോലെ ഉള്ള ധർമ്മങ്ങൾ നമ്മൾ ആചരിക്കണം. സേവാഭാരതി വലപ്പാടിന്റെ രക്ഷാധികാരി വന്നേരി രാമചന്ദ്രൻ നിര്യാതനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ വ്യാപാരികളുടെ 2 ദിവസത്തെ സമരം ഇന്നു മുതൽ ആരംഭിച്ചു. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന് വൻമോഷണം, 35 പവനും പണവും നഷ്ടപ്പെട്ടു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയായ യുവാവ് മരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 6 മണി വരെ ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായി ഉണ്ടാകണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തി കൃത്യമായ സമയക്രമം പാലിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.